ദേവാമൃതം. നമസ്കാരം. നാം അറിയാതെ ജീവിതത്തിൻ്റെ തിരക്കുകൾ പെട്ടുപോകുമ്പോൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഈശ്വര ചിന്തകളെ ഒരു പ്രദക്ഷിണം പോലെ നമ്മിലേക്ക് തിരിച്ചെടുപ്പിക്കുന്ന ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാഗരം അറിവിൻ്റെ സാഗരം ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഗുരുവിൻ്റെ സ്വരൂപം അന്വേഷിച്ചാണ് ഈ യാത്ര നടത്തിയത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇത്രയും ദിവസം ഗുരുസാഗരം മുടങ്ങാതെ കാണുവാൻ സാധിച്ച ഭാഗ്യശാലികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ പൂർണ്ണരൂപം വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടാവും ഭഗവത് കൃപയാൽ എന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊന്നുമല്ല അങ്ങനെ പറയാൻ കാരണം, നാം സത്യത്തെ അറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന മായ, നമ്മുടെ മുജ്ജന്മ ബന്ധങ്ങൾ കൊണ്ട്, കർമ്മബന്ധങ്ങൾ കൊണ്ട് നമ്മിൽ സഞ്ചിതമായിരിക്കുന്ന പാപങ്ങൾ, ഇവയൊക്കെ അതേ അവസ്ഥയിൽ തന്നെ നമ്മിൽ തുടരുവാനായിട്ട് ഒരു തമോ ശക്തിയുടെ പ്രേരണ നമ്മിലുണ്ടാവും. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ 2 ദിവസം കഴിയുമ്പോൾ അതിനൊരു തടസ്സം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരാൾ കൊളസ്ട്രോളും പ്രഷറുമൊക്കെ കണ്ടെത്തിയിട്ട് ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുകയാണ്. വിഷണ്ണനായിരിക്കുമ്പോഴത്തേക്ക് ഈ ഡോക്ടർ പറയുന്നു, നാളെ മുതൽക്ക് രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറെങ്കിലും നടക്കണം. അപ്പോൾ ഇതൊക്കെ കുറയും, മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, പിന്നെ ജീവിതശൈലി ഒന്ന് ചിട്ടപ്പെടുത്തണം, അമിതമായ ആഹാരം കഴിക്കരുത്, ഉപ്പ് മധുരം എന്നിവയൊക്കെ കുറയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ അസുഖത്തിൻ്റെ തീവ്രത അവിടെ ഇരുന്ന് അറിഞ്ഞിട്ട് ഞാൻ നാളെ മുതൽ വീട്ടിൽ പോയിട്ട് ഇതെല്ലാം അനുഷ്ഠിച്ചിട്ട് സമ്പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടാണ് ഡോക്ടറുടെ അടുക്കൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കും, നടക്കാൻ പോകും, ഇതെല്ലാം ചെയ്യും. 1-2 ദിവസം ബലം പിടിച്ചത് ചെയ്യും. 3-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ഓരോന്നിനോടും മടിയുണ്ടാവും. ഇല്ലെങ്കിൽ ഇനി നാളെ ആവട്ടെ, ഇന്നിനി നടന്നില്ല എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായൊരു യാത്രയുണ്ടാവും. നമ്മുടെ ആ ജീവിതശൈലിയെ, ആ ദിനചര്യയെ താളം തെറ്റിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്ന് വീഴും. അങ്ങനെ മുടങ്ങും. പിന്നെ അതിൽ നിന്ന് തിരിച്ചു കയറുവാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോഴേക്ക് ഇതിനുള്ള ഇച്ഛാശക്തി നമ്മിൽ നിന്ന് മറഞ്ഞു പോകും. അപ്പോൾ എന്തു പറ്റി? നമ്മൾ എടുത്ത ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ സാധന ക്യാമ്പിലൊക്കെ പങ്കെടുക്കുന്നവർ ക്യാമ്പിൽ പങ്കെടുത്തിട്ട് പഠിപ്പിച്ചു വിട്ട കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം ക്യാമ്പിലിരുന്ന് ഭംഗിയായിട്ട് ചെയ്യും. കാരണം അവിടെ അതല്ലാതെ മറ്റൊന്നിലും ശ്രദ്ധയില്ല, മറ്റൊന്നിനും ശ്രദ്ധിക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഗാർഹികമായ പ്രശ്നങ്ങളെല്ലാം കൂടി വന്ന് നമ്മെ വീണ്ടും അലട്ടാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് സ്വാഭാവികമായ നമ്മുടെ ഉള്ളിലിരുന്ന് ഈ തമോ ശക്തി, അതിന് തമസ്സിൽ ഉറങ്ങിക്കിടക്കുന്നതാണ് ഇഷ്ടം. അതിനെ വിളിച്ചുണർത്തി വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് സ്വയം തടയും. ആ തടയൽ നമ്മിലൊരു ബ്ലോക്കായിട്ട് മാറുകയും നമ്മൾ ഈ സദ്ഗുണങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോരുകയും ചെയ്യും. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നവരിലുമൊക്കെ
ഇങ്ങനെയൊരു കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. കുറച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഗുരു പതുക്കെ ഉള്ളിൽ കടന്നിരുന്ന് ശ്രിതാനാം ശുദ്ധിഹേതവേ, ശിവലിംഗദാസ സ്വാമി പറഞ്ഞ പോലെ ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങും. ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങുമ്പോൾ ഈ ഉള്ളിലിരിക്കുന്ന തമോശക്തി എന്ത് ചെയ്യുന്നു? പറയും ഇനി ആ വഴിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ആ ബ്ലോക്കിനെ മറികടന്നവർക്കായിരിക്കാം ഇത്രയും ദിവസം ഈ ഗുരുഷട്കം കേട്ടിരിക്കാനായിട്ട് സാധിച്ചത്. അവർ എന്തായാലും സുഹൃതികളാണ്. മറ്റുള്ളവരും നിരാശപ്പെടേണ്ട. ഇനിയും മുടങ്ങാതെ ഇതോടൊപ്പം സഞ്ചരിക്കുക. എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃപയുണ്ടാകും എന്ന് ആശംസിക്കുന്നു. ഇന്നേക്ക് നമസ്തേ. ദേവാമൃതം